ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലങ്കര സഭയുടെ ഗാന ഗന്ധർവനും 44 വർഷത്തിലധികം വൈദിക സെമിനാരി അധ്യാപകനായി മലയാളികളുടെ മാത്രമല്ല ലോകത്ത് മുഴുവൻ പ്രശസ്തനായ ഏറെ വന്ദ്യനായ MB ജോർജ് കോറെപ്പിസ്കോപ്പ അച്ഛൻ സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടി ലോകത്തിൽ ഒരുപാട് ആളുകൾക്ക് സംഗീതത്തിൻ്റെ അഭ്യസനം നിർവഹിച്ച വന്ദ്യനായ അച്ഛനെ കാതോലിക്കേറ്റ് ഓൺലൈൻ മീഡിയയിലൂടെ പരിചയപ്പെടുത്തുവാൻ കഴിയുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഏറെ സ്നേഹത്തോടു കൂടെ പ്രിയ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, ഞാൻ ഉൾപ്പെടെയുള്ള വൈദികർ താങ്കളുടെ ശിഷ്യന്മാരാണ്. ഞങ്ങൾക്കതിൽ എന്നും അഭിമാനമുണ്ട്. അങ്ങ് ഞങ്ങളുടെ സഭയിലുള്ളതും ഞങ്ങളുടെ സഭയ്ക്കും ഒരു അംഗീകാരവും അഭിമാനവും തന്നെയാണ്. അങ്ങയുടെ ജീവിതത്തിൻ്റെ നാളുവഴികൾ ഒന്നറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് പലർക്കും പ്രചോദനമാവും, ഉറപ്പായ കാര്യമാണ്. ഈ സമയത്ത് ആദ്യമായിട്ട് അങ്ങയോട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അച്ഛൻ്റെ ബാല്യം, വിദ്യാഭ്യാസം ഇവയൊന്ന് പരാമർശിക്കുമോ? ദൈവനാമം മഹത്വപ്പെടട്ടെ. എനിക്ക് തന്ന ഈ നല്ല അവസരത്തിന് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. കാതോലിക്കേറ്റ് മീഡിയയ്ക്ക് പ്രത്യേകമായിരിക്കുന്ന നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കണ്ണോടിച്ച് നോക്കുമ്പോൾ എൻ്റെ ബാല്യം, ഞാൻ ജനിച്ചത് മൂവാറ്റുപുഴ അടുത്ത് പാമ്പാക്കുട എന്ന് പറയുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വളരെ സുപരിചിതമായൊരു സ്ഥലമാണ് പാമ്പാക്കുട. നമ്മുടെ പല ആരാധനാ പുസ്തകങ്ങളും അവിടെ നിന്നായിരുന്നു പ്രിൻ്റ് ചെയ്ത് വന്നിരുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഒരു ചെറിയ ഗ്രാമമാണ് പാമ്പാക്കുട. സെൻറ്റ് ജോൺസ് വലിയ പള്ളി ഇടവക അംഗമാണ്. അവിടെ അടുത്ത് കരനിലത്ത് എന്ന് പറഞ്ഞാലാണ് നാട്ടിൽ അറിയുകയുള്ളൂ. എന്നാൽ മാമൂട്ടിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേരും ഉണ്ട് ഒഫീഷ്യലായിട്ടുള്ളത്. കരനിലത്ത് പൈലി സാറാമ്മ എന്ന ദമ്പതികളുടെ 6ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഒരു കൃഷി കുടുംബമായിരുന്നു. അധ്വാനിച്ച് മണ്ണുമായിട്ട് മല്ലടിച്ച് ജീവിക്കുന്ന ഒരു മാതാപിതാക്കളുടെ മകനായിട്ടാണ് ജനിച്ചത്. പാമ്പാക്കുട വലിയ പള്ളി ഇടവകയായതുകൊണ്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി കോനാട്ട് എബ്രഹാം അൽപ്പാൻ എന്ന് പറയുന്ന വലിയ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മുളച്ചു വന്ന ഒരു തകരയാണ് ഞാൻ. ആരാധനയോടുള്ളതായ ഒരു അഭിനിവേശം ചെറുപ്രായത്തിലേ ഉണ്ടായിരുന്നു. പഠിക്കുവാൻ അത്ര ഒരു ബ്രില്യൻ്റാന്ന് പറയുകയില്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു ഞാൻ. കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ജീവിതമാർഗവുമായിരുന്നു ജീവിതത്തിൽ മുതലായിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതലൊന്നും അഭിമാനിക്കുവാൻ ഇല്ല, പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുവാനുമില്ല. എല്ലാവരും ഇതൊക്കെ പറയുമ്പോൾ, എല്ലാം തോമസ് ലീഹയുടെ ഫാമിലി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നും ഞാനൊരു അങ്ങനത്തെ ഒരു ആളല്ലല്ലോ എന്നുള്ളത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ആകത്തുക പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്നത്, ഞാനായിരിക്കുന്നത് ദൈവകൃപയാലാവും. എൻ്റെ അപ്പുറത്തുള്ളതായ ഒരു സന്ദേശവും എനിക്ക് തരാനില്ല. അതുകൊണ്ട് ഒന്നും ഭാവിക്കാനില്ല, ചിന്തിക്കാനില്ല, അഭിമാനിക്കാനുമില്ല കൂടുതലായി. പലരും പറയും, അച്ഛൻ ഈ സഭയിലല്ല മറ്റൊരു സഭയിലായിരുന്നെങ്കിൽ എവിടെ പോയി നിൽക്കേണ്ടതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, മറ്റൊരു സഭയിലാണ് ഞാൻ വളരുകയില്ലായിരുന്നു. എന്നെ കൈകൾ പിടിച്ച് ഈ സംഗീത ലോകത്തേക്ക്, സെമിനാരിയിലേക്ക് നടത്തിയത് എൻ്റെ സഭയാണ്. ഈ സഭയിലല്ലെങ്കിൽ ഒരിക്കലും എന്നിലൊരു സംഗീതമുണ്ടെന്ന് ആരും അറിയില്ലായിരുന്നു.
ഞാൻ അതിലേക്ക് പിന്നീട് വരാം. എൻ്റെ ഒരു ടെസ്റ്റിമണി, എൻ്റെ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ് പാസ്സായി കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആദ്യകാലങ്ങളിൽ ബസ്സിൻ്റെ അവൈലബിലിറ്റി കുറവായിരുന്നു. അതുകൊണ്ട് രാവിലെ നടക്കും. ഞാൻ മാത്രമല്ല, കൂട്ടുകാരുണ്ട്. ഏകദേശം 16 കിലോമീറ്റർ നടന്നാലാണ് അവിടെ ചെല്ലുന്നത്. തിരിച്ചും 16 കിലോമീറ്റർ നടക്കണം. നടന്ന് വീട്ടിൽ വരുമ്പോൾ 6:30 എൻ്റെ അപ്പൻ്റെ നിർബന്ധമാണ്, പായിടും, പ്രാർത്ഥിക്കും. അത് പാട്ടുപാടിയേ പ്രാർത്ഥിക്കാവൂ. 1967 ഔഗൻ ബാവയുടെ ഒരു കൽപ്പനയുണ്ടായിരുന്നു, നമ്മുടെ കുടുംബങ്ങളിൽ പാട്ടുപാടി പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ അപ്പനത് ശിരസാ വഹിച്ചുകൊണ്ട് 6:30 അപ്പൻ്റെ പാട്ട് തുടങ്ങും. അപ്പോൾ അമ്പാക്കര വളരെ പ്രസിദ്ധമാണ്. പൈലിച്ചേട്ടൻ്റെ വീട്ടിൽ 6:30 പാട്ട് തുടങ്ങിയാൽ 6:30 എന്നാണ് എൻ്റെ അർത്ഥം. അത്ര നിഷ്ഠയുള്ള ഒരാളായിരുന്നുകൊണ്ട് കോളേജിൽ നിന്ന് താമസിച്ചു പോയാൽ തീർച്ചയായിട്ടും അന്ന് മിക്കവാറും അത്താഴം കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അങ്ങനെ വളരെ പ്രയാസപ്പെട്ടും കഷ്ടപ്പാടുകളിൽ കൂടിയും ജീവിതം എന്താണെന്ന് ദൈവം ഒരു പക്ഷേ എന്നെ കാണിച്ചു തരുമായിരുന്നു. ഇങ്ങനെയുമുണ്ട് ജീവിതം. ഇന്നത്തെ ജീവിതവും അന്നത്തെ ജീവിതവും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. അന്നത്തെ കാലത്തെ പ്രത്യേകതയായിരുന്നു. മനുഷ്യരുടെ കയ്യിൽ ആഹാരം കഴിക്കാൻ ചോറും കപ്പയും മാങ്ങയും എല്ലാം ഉണ്ട്. പക്ഷേ ലിക്വിഡ് ക്യാഷ് നമുക്കന്ന് കുറവായിരുന്നൊരു കാലമായിരുന്നു. അവിടെയെല്ലാം അതിജീവിച്ച് പോന്നു. ജീവിതത്തിൻ്റെ ഒരാഗ്രഹം എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ജോലിയായിരുന്നു, ഒരു ക്ലറിക്കൽ പോസ്റ്റായിരുന്നു ആദ്യം. എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുക, ഒരു ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുക, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരിക, ഇതൊക്കെ ആഗ്രഹിച്ചോളൂ. പക്ഷേ ദൈവം ഞാൻ ആഗ്രഹിച്ചതല്ല എനിക്ക് തന്നത്, ദൈവം എന്നെ നടത്തിയത്. ഈ മെഡിറ്റേഷനൊക്കെ സമയത്ത് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊന്നുകൂടെ ഓർക്കുമ്പോൾ പോന്ന വഴികൾ, ചിന്തിച്ച കാര്യങ്ങളുമെല്ലാം രണ്ട് പഥങ്ങളാണ്. ഞാൻ പാട്ടുപാടാൻ കഴിവുള്ള ഒരാളായിരുന്നില്ല. ആകെ ഉള്ളത് വീട്ടിലെ അപ്പൻ്റെ കൂടെ ഇരുന്ന് വൈകുന്നേരത്തെ പാട്ട് പാടുന്ന ഇത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. രാവിലെ 4:30 എൻ്റെ അപ്പൻ രാവിലെ ഇരുന്ന് 4:30 തുടങ്ങും. മനമേ പക്ഷി ഗണങ്ങൾ എന്നൊക്കെ, ഇങ്ങനെ പഴയ അതിരാവിലെ തിരുസന്നി. ആ പാട്ട് ഇപ്പോഴും എനിക്ക് ദേഷ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ഉറക്കം കളയാനായിട്ട് അപ്പനിങ്ങനെ ഉറക്കം പാടുന്നുള്ളത് കൊണ്ടാണ് എന്നോട് ദേഷ്യം. പക്ഷേ എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കാമായിരുന്നു. അദ്ദേഹം സമ്പാദിച്ചത് ഭൗതികമായിരിക്കുന്ന ബാങ്ക് ഡെപ്പോസിറ്റിനേക്കാൾ ഉപരിയായി സ്വർഗത്തിലെ ബാങ്കിലെ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ പലിശയാണ് ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സാധാരണ ഒരു ആവറേജ് ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു സൺഡേ സ്കൂൾ മത്സരത്തിന് മത്സരിക്കാൻ പോയാൽ ഏറ്റവും താഴേന്ന് 2ാമത്തെ ആളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ പാട്ടിൻ്റെ കഴിവും മനസ്സിലായിട്ടുണ്ട്. പാട്ടിഷ്ടമായിരുന്നു. കൊച്ചുകാലങ്ങളിലെല്ലാം റേഡിയോ ആയിരുന്നു വീടുകളിൽ. അപ്പോൾ റേഡിയോയിൽ ഉച്ചയ്ക്കാണ് ചലച്ചിത്ര ഗാനങ്ങൾ, അതിന് മുമ്പ് ശാസ്ത്രീയ ഗാനമുണ്ട്. ശാസ്ത്രീയ ഗാനം കേൾക്കാൻ ഇഷ്ടമില്ല, ഒട്ടും ഇഷ്ടമില്ല. അതിങ്ങനെ കട്ടിയാണ്, മനസ്സിലാകുക. 1:30 ചലച്ചിത്ര ഗാനങ്ങൾ വരെ യേശുദാസിൻ്റെ പാട്ട്. എന്നും കേൾക്കുന്ന പദങ്ങളാണ് യേശുദാസ്, ദേവരാജൻ, വയലാർ, ഈ 3 പേരുകൾ. ഈ യേശുദാസിനെ ഒന്ന് കാണണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. കുഞ്ഞുനാൾ മുതലൊരാഗ്രഹമായിരുന്നു. ദേവരാജൻ, വയലാർ ഞാൻ ഇതാകുന്നതിന് മുമ്പേ മരിച്ചു പോയതുകൊണ്ടാണ്. ഈ 2 പേരും എൻ്റെ ഗുരുക്കന്മാരാണ്. ദേവരാജൻ മാസ്റ്റർ ഇവിടെ കോട്ടയത്ത് വന്ന് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാനുമായിട്ട് ഫോണിൽ ഒത്തിരി സംസാരിക്കുമായിരുന്നു. ദാസേട്ടൻ ഇപ്പോഴും, അദ്ദേഹം അമേരിക്കയിലാണെങ്കിലും ഇപ്പോഴും അദ്ദേഹം ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ 1 മണിക്കൂർ സംസാരിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിവ് കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് എന്നെ ദൈവം ഉയർത്തി വളർത്തി. പാട്ടിൻ്റെ കഴിവുകളില്ല എന്ന് എനിക്ക് തോന്നിയെങ്കിലും ഒരിക്കൽ പാമ്പാക്കുട പള്ളിയിൽ ഒരു ഇടദിവസത്തെ കുർബാനയ്ക്കായിരുന്നു. ആളുകൾ കുറവായിരുന്നു. അന്ന് വന്നിയ കോനാട്ട് എബ്രഹാം മൽപ്പാൻ അച്ഛൻ, അദ്ദേഹം കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. സാധാരണ അച്ഛൻ വിളിക്കുന്നത്
ശിക്ഷിക്കാനായിരിക്കും. ചില പിള്ളേർ ഇൻഡിസിപ്ലിൻ കാണിക്കുന്നതിൻ്റെ അതിന് ഞാൻ പേടിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോൻ പേടിക്കണ്ട, നീ എവിടെയാ വീടും അഡ്രസ്സും ഒക്കെ ചോദിച്ചു. കൊച്ചു കൊച്ചല്ലേ, അങ്ങനെ വീടുകളൊന്നുമില്ല, 10,000 വീട്ടുകാരുള്ളടുത്ത്. ഞാൻ വീടൊക്കെ പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോഴേ പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞു, നീ അടുത്ത ബുധനാഴ്ച മുതൽ സുറിയാനി പഠിക്കാൻ പാന്ന് പറഞ്ഞു. ഒരുപക്ഷെ എൻ്റെ വൈദിക വിളിയുടെ ആദ്യത്തെ ഒരു വിളിയായിരുന്നു അത്. അതിനു മുമ്പ് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല, ആദ്യമായിട്ടാണ് അച്ഛനെ വിളിക്കുന്നത്. കാരണം ഇങ്ങനെ ഞങ്ങൾ കുറേ പിള്ളേരുണ്ട്, എല്ലാം ഇങ്ങനെ പോയി നിൽക്കും. ഞാൻ അതിലൊരിങ്ങനെ ഏറ്റവും കൃശഗാത്രനും അത്ര വലിയ ഭംഗിയുള്ളൊരു കുട്ടിയായിരുന്നില്ല. അത്ര വലിയ ശ്രേഷ്ഠമായ വസ്ത്രധാരണമൊന്നുമില്ല. അതൊരു സാധാരണക്കാരൻ. എന്നെ അച്ഛൻ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അച്ഛൻ എന്നെ ഇതിൽ നിന്ന് വിളിച്ചപ്പോൾ എനിക്കെന്തെന്നില്ലാത്തൊരു സന്തോഷം. ഓടി ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് മുറ്റത്തുനിന്നേ വിളിച്ചു പറഞ്ഞു, അച്ഛനോട് മിണ്ടി. അതാണ് എന്താ പറഞ്ഞത്, അപ്പോൾ സുറിയാനി പഠിക്കാൻ പറ്റാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ 8ാം ക്ലാസ്സിൽ അന്ന് മുതൽ അച്ഛൻ്റെ കീഴിൽ സുറിയാനി ഭാഷ പഠിച്ചതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കൈമുതലായി വന്നത്. വാസ്തവത്തിൽ അബ്രഹാം പനച്ചൻ എൻ്റെ ആ സുറിയാനി പഠനമാണ് അച്ഛനെ ഇതിൻ്റെ താല്പര്യം വരുന്നത്. തീർച്ചയായിട്ടും. സംഗീതത്തോടും ഞാൻ സംഗീതത്തോടായിട്ടില്ല. ഇല്ല, സംഗീതം പറയാൻ പറ്റുകയില്ല. ഇല്ല, വൈദികനാകണമെന്ന് അച്ഛൻ എന്നെ സുറിയാനി എന്തിനാന്നും പോലും എന്നോട് പറഞ്ഞിട്ടില്ല. നീ പാടാ സുറിയാനി പഠിക്കുന്നു പറഞ്ഞു. അത്രയും അദ്ദേഹത്തോട് പിന്നെ എതിരൊന്നും പറയാൻ പറ്റാത്തൊരു പേഴ്സണാലിറ്റി. അങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്ന ആളല്ല. വളരെ വാചകങ്ങൾ ചുരുക്കി സംസാരിക്കുന്ന ഒരു ഗൗരവ പ്രകൃതക്കാരനായിരുന്നു അച്ഛൻ. പക്ഷേ ഹൃദയം വളരെ ലോലമായിരുന്നു. അച്ഛൻ എന്നോട് സുറിയാനി പഠിക്കണമെന്ന് പറഞ്ഞു. സുറിയാനിയുടെ ആദ്യം മുതൽ പഠിപ്പിച്ചു. നമ്മുടെ കുർബാനക്രമം, അതുപോലെ ശീമ നമസ്കാരത്തിൽ ഇത് വെക്കേഷൻ സമയത്തെല്ലാം ഞാൻ അച്ഛൻ്റെ കൂടെ ആയിരുന്നു, പള്ളിയിലായിരുന്നു. അച്ഛനോട് പ്രസ്സുണ്ട്. അച്ഛനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള വൈദികർ ഇത്രയും നിഷ്ഠയുള്ള ഒരു പുരോഹിതനെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ജീവിതത്തിന് ഒരു നിഷ്ഠയുണ്ട്. അച്ഛൻ്റെ ആ സുറിയാനി പഠനം കൊണ്ട്, പഠിപ്പിക്കൽ കൊണ്ട് ലാംഗ്വേജ് നന്നായിട്ട് സ്മൂത്തായിട്ട് പാടാനും വായിക്കാനും നല്ലൊരു ഇതിലേക്ക് വന്നു. ബാക്കിയുള്ള ശുശ്രൂഷകളിലെല്ലാം ഞാൻ അച്ഛൻ്റെ കൂടെ, അച്ഛൻ കാണിക്കുന്നതെല്ലാം, അതായത് റൂബ്രിക്സൊക്കെ പഠിപ്പിക്കുന്നത് അന്ന് അച്ഛനിൽ നിന്നാണ് കൂടുതൽ. അച്ഛൻ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്, നമ്മുടെ നടപടിക്രമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അച്ഛൻ എങ്ങനെ കാണിക്കും എന്നുള്ളത് വാച്ച് ചെയ്ത് നോക്കി നിന്നാണ് ഞാനിത് ആദ്യകാലങ്ങളിൽ ഇത് ഉള്ളിലേക്ക് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രീഡിഗ്രിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പ്രീഡിഗ്രി കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, നിനക്ക് സെമിനാരി പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ചോദിച്ചു കഴിഞ്ഞ് നമുക്ക് അത്രയൊന്നും അച്ഛനാകണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. കാരണം അതൊക്കെ നമുക്ക് പറ്റിയതല്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഗവൺമെൻറ് ജോലിയാണ് മനസ്സിൽ കിടക്കുന്നത്. എനിക്ക് ഒരു LD ക്ലർക്ക് അത് മതി. ഞങ്ങളുടെ അടുത്തൊക്കെ 1-2 പേരുണ്ട്. അവർ പിന്നെ ഓഫീസിൽ പോകുമ്പോൾ തന്നെ 10 മണിയാവും, ഓഫീസിൽ ചിലപ്പോൾ 11 മണിയാവും. ഒരു 3 മണിയാകുമ്പോൾ ഇറങ്ങും, 4:30 വീട്ടിൽ വരും. അധികം ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, ഈസി ഗോയിങ് ആണെന്ന് ഒരു ചിന്ത മനസ്സിൽ. പക്ഷെ അച്ഛന് എന്നോട് ഡിഗ്രിക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോലഞ്ചേരി കോളേജിൽ തന്നെ ഹിസ്റ്ററി ഐച്ഛിക വിഷയമായിട്ട് എടുത്തു. ഹിസ്റ്ററി എൻ്റെ 3rd ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞൊരു ദിവസം അച്ഛൻ തന്നെ ഒരു ആപ്ലിക്കേഷൻ സെമിനാരിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. അത് ചരിത്ര സംഭവമാണ്. ഞാൻ പോയി മേടിച്ചതല്ല, അത് അച്ഛൻ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരുമെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനും പറ്റുകയില്ല. കാരണം അച്ഛൻ്റെ മകനുണ്ട്, ജോൺസ് അച്ഛനുണ്ട്. അച്ഛന് അങ്ങനെ ഈ 2 കണ്ണുകളില്ലാത്ത ഒരു മനുഷ്യൻ. നമുക്ക് വൈദികരിൽ നമുക്ക് അങ്ങനെ കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഇടവകയിൽ ഒരു സാധാരണക്കാരനായ ഒരു കൊച്ചനെ ഇതുപോലെ അച്ഛൻ്റെ മകനെ പോലെ കാണുവാൻ തക്കവണ്ണമുള്ള വേറൊരു കണ്ണുകൂടി അച്ഛനുണ്ടായിരുന്നു എന്ന് അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അച്ഛൻ ആപ്ലിക്കേഷൻ തന്നു, ഞാൻ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു. ആ പൂരിപ്പിച്ച അച്ഛൻ 5 രൂപ കൊടുത്ത് ആപ്ലിക്കേഷൻ മേടിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പൈസ കൊടുത്തിട്ടില്ല ഇതുവരെ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ ആരെയും ബോധിപ്പിക്കാനുള്ള, പക്ഷേ അച്ഛൻ്റെ കണക്കുകൾ ഓരോന്നിനും വളരെ കൃത്യമായ കണക്കുകളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് കൊടുത്തു. എൻ്റെ ഡിഗ്രി പരീക്ഷയ്ക്കായിരുന്നു സെമിനാരിയിലെ ഇൻ്റർവ്യൂവിന് സംബന്ധിക്കാൻ എനിക്ക് പറ്റിയില്ല. അച്ഛൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് വേറൊരു ദിവസം ഇൻ്റർവ്യൂ വെച്ച് അഡ്മിഷൻ കിട്ടി സെമിനാരിയിൽ. അപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഗവൺമെൻറ് ജോലിയാണ്. എപ്പോഴും ഒരു വൈദികൻ എന്നുള്ള ഇതിനകത്തേക്ക് പൂർണ്ണമായിട്ട്, കാരണം എന്നെ അതിന് പറ്റിയ ഒരു വിളിയാണോ എന്ന് എൻ്റെ മനസ്സിൽ, ഞാനൊരു വൈദികനാകാൻ ഒന്നത് എൻ്റെ ശരീരപ്രകൃതിയൊക്കെ ഞങ്ങളുടെ അവിടുത്തെ നാട്ടിലെ അച്ഛന്മാരെല്ലാം
നല്ല 6 പാക്കാണ്, അല്ലാത്ത 6 അടി പൊക്കമുണ്ട്. ഇതുപോലുള്ള നല്ല മിടുക്കന്മാരും നല്ല പ്രഗത്ഭമതികളുമായ ഒരു വൈദികൻ്റെ അടുത്ത് ഞാൻ എന്തിരിക്കുന്നു എന്നൊരു അപകർഷതാബോധം എനിക്ക് ഉണ്ടുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ പതുക്കെ പിന്നിലേക്ക് ഉൾവലിഞ്ഞു നിന്നത്. സെമിനാരിയിൽ വന്ന് ഏകദേശം സുറിയാനി നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമായിരുന്നു. അന്ന് ശീമാ നമസ്കാരം എല്ലാം രാത്രിയും സന്ധ്യാ നമസ്കാരവും പ്രഭാതവും എല്ലാം മുഴുവൻ സുറിയാനി, മലയാളം ആയിട്ടില്ല, ഇന്നത്തെ പോലെയല്ല. അപ്പം സുറിയാനി തന്നെ ആയതുകൊണ്ട് ചെമ്മാശന്മാർക്ക് തെറ്റിയാലും എനിക്ക് തെറ്റുകയില്ല. ഞാൻ നന്നായിട്ട് സുറിയാനി എടുക്കുമായിരുന്നു. അങ്ങനെ പിൻപന്മാർ മുൻപന്മാരാണെന്ന് പറഞ്ഞ പോലെ ഞാൻ മുമ്പിലേക്ക് ആ ഒരു രീതിയിലേക്ക് വന്നു, പാടാനായിട്ട് തുടങ്ങി. സുറിയാനി പാട്ടുകൾ പാടിയാണ് പാടി തെളിഞ്ഞത്. അപ്പം ഞാൻ പറയും, പഴയ സെമിനാരിയുടെ ചാപ്പലാണ് എൻ്റെ ആദ്യ കളരി. ഞാൻ സെമിനാരിയിൽ വന്നില്ലെങ്കിൽ ഞാൻ പാട്ട് പാടുകയില്ല, സുറിയാനി പാടുകയില്ല. സുറിയാനി പാടിയില്ലെങ്കിൽ എനിക്കിങ്ങനെ പാടാനുള്ളതായ ഒരു ടാലൻറ്റ് എന്നിൽ വർദ്ധിക്കുകയാണ്. ഏകദേശം ഒരു 2ാം വർഷമായപ്പോഴത്തെ തന്നെ എക്കാറ മിക്കവാറും ഉള്ളിലായി. ഇത് എങ്ങനെ എനിക്കറിയാൻ പാടില്ല. എക്കാറ മൽപ്പാനച്ചൻ. അതെ, അന്ന് 2 മൽപ്പാന്മാരാണ് അവിടെ ഉള്ളത്. ഒന്ന് എബ്രഹാം മൽപ്പാൻ, മുളന്തുരുത്തിയിലുള്ള അദ്ദേഹത്തെപ്പോലൊരു സുറിയാനി പണ്ഡിതനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ പാത്രക്കീസൊക്കെ വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അദ്ദേഹം ഒരേ സമയത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഇത്രയും പണ്ഡിതനായ ഒരു വ്യക്തി എബ്രഹാം മൽപ്പാനച്ചൻ. അദ്ദേഹം മുളന്തുരുത്തി ഇടവകയായിരുന്നു. ഒരു സമയത്ത് അച്ഛനെ സെമിനാരിയിൽ നിന്ന് അച്ഛൻ്റെ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ആ സമയത്ത് അച്ഛനായിരുന്നു. മറ്റൊന്ന് കോരുത് മൽപ്പാനച്ചൻ. കോരുത് മൽപ്പാനച്ചൻ എന്ന അബ്ദുൽ അഹാദ് റംബാനിൽ നിന്ന്, അതായത് യാക്കൂബ് തൃതീയൻ പാത്രിയർക്കീസ് ബാബയിൽ നിന്ന് സംഗീതം അതുപോലെ അഭ്യസിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കോരുത് മൽപ്പാനച്ചൻ. നല്ല മണിമണി പോലെ ശബ്ദം. അച്ഛൻ്റെ ശിഷ്യന്മാർക്കെല്ലാം അറിയാം അച്ഛൻ്റെ സ്വഭാവവും അച്ഛൻ്റെ ശബ്ദ സൗന്ദര്യവും സൗകുമാര്യത എന്ന് വേണമെങ്കിൽ പറയും. ഇത്രയും വളരെ സുന്ദരമായി പാടുന്ന അച്ഛൻ്റെ ഇമ്പകരമായ ശബ്ദം ഇങ്ങനെ മനസ്സുകളിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു. 3rd ഇയറിലാണ് എക്കാറ സാധാരണ നിറങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് അത് ഉൾക്കൊള്ളുവാനായിട്ട് നിറങ്ങളുടെ ഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ദൈവം എന്ന് പറയും. തെറ്റിയാൽ ഉടനെ തെറ്റാന്ന് മനസ്സിലാക്കാനുള്ള. അപ്പോൾ 3rd ഇയർ ആയപ്പോഴത്തേക്കും മിക്കവാറും നമ്മുടെ സുറിയാനിയുടെ ക്ലാസിക്കൽ ഇതായ ബെത്ഗാസോ അല്ലെങ്കിൽ ഇത് എക്കാറ എന്ന് നമ്മൾ ഒരു ഫോൾസ് നെയിമായിട്ട് പറയും, നിറങ്ങൾ, അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. 4ാമത്തെ വർഷമായപ്പോഴായിരുന്നു സെമിനാരിയുടെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ്. അദ്ദേഹം പലപ്പോഴും നമസ്കാരത്തിന് സമയത്ത് ഇടയ്ക്കൊന്ന് നോട്ട് ചെയ്യും. കാരണം എവിടെയെങ്കിലും തെറ്റിയാലും ഞാനത് പിക്കപ്പ് ചെയ്തുകൊണ്ട് വരുന്നതൊക്കെ നോട്ട് ചെയ്ത്. അദ്ദേഹം പാട്ട് പാടുമായിരുന്നോ? ഇല്ല. തിരുമേനിക്ക് പാടാനുള്ള കഴിവ് കുറവായിരുന്നു. തിരുമേനി ബൗദ്ധിക തലങ്ങളിൽ വലിയ 4-5 ഡോക്ടറേറ്റുള്ള വലിയ ചിന്തകനായ, മലങ്കര സഭ കണ്ടിട്ടുള്ള, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ ഒപ്പം ചേർക്കാവുന്ന അതിഭയങ്കരമായ ഒരു ഫിലോസോഫിക്കൽ തിങ്കിങ് ഉള്ള ഒരു വലിയ ഒരു വാഗ്മിയും അതുപോലെ പണ്ഡിതനുമായ ഒരു വ്യക്തിയായിരുന്നു തിരുമേനി. പക്ഷെ ഒരു ഇതേ ഉള്ളൂ, തിരുമേനിക്ക് പാടാനുള്ള കഴിവില്ല. പക്ഷെ തിരുമേനി സംഗീതം നന്നായിട്ട് ആസ്വദിക്കും. തിരുമേനിയുടെ റൂമിൽ കയറി ചെന്നാൽ എപ്പോഴും ഒരു മൈൽഡ് വോളിയത്തിൽ ഏതെങ്കിലും ബിഥോവൻ്റെയോ മൊസാർട്ടിൻ്റെയോ ഒരു സിംഫണി, ചിലപ്പോൾ മീരാ ഭജനായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും എത്യോപ്യൻ സഭയുടെ ഒരു ചെറിയ മ്യൂസിക് എപ്പോഴും ഈ നമ്മുടെ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് പോലെ എപ്പോഴും ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് തിരുമേനി വായിക്കുന്നതും പഠിക്കുകയും ചെയ്യുന്നത്. അതൊരു ഭയങ്കരമായൊരു കഴിവാണ്. ഞാനതുകൊണ്ടൊരു തിയറി ഉണ്ടാക്കി. തിരുമേനിയെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാമായിരുന്നു ശുശ്രൂഷയ്ക്ക്. അപ്പോൾ തിരുമേനിക്ക് നല്ല മണ്ടയുണ്ടായിരുന്നു, തൊണ്ട കുറവായിരുന്നു. എനിക്ക് തൊണ്ടയുണ്ടായിരുന്നു, മണ്ട കുറവായിരുന്നു. പക്ഷേ ഈ മണ്ടയുള്ളവരുടെ ഏറ്റവും വലിയ ഗുണം അവർ ആസ്വാദകരായിരിക്കും. ആലാപകർ ആസ്വാദനശേഷി ഇത്തിരി കുറവായിരിക്കും. ആസ്വദിക്കുന്നുണ്ട്, അവരുടെ ഇൻ്റലക്ച്വൽ ലെവല് ഒത്തിരി കൂടുതലായിരിക്കും. സോക്രട്ടീസിൻ്റെ ലൈഫിലൊക്കെ അങ്ങനെയാണ് പറയാം. അതുകൊണ്ട് ആരെങ്കിലും പാടാൻ കുറവുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് മറ്റേ ഈ കഴിവാണ് കൂടുതൽ. അവരുടെ ഈ ബൗദ്ധികമായ മണ്ഡലം വളരെ കൂടുതലായിരിക്കും. ഞങ്ങൾ തൊണ്ടയുള്ളവർക്ക്
പാടാൻ ആലാപനത്തിൻ്റെ ശേഷി വളരെ കൂടുതലാണ്. പക്ഷെ അതുപോലെ ചിന്തിക്കുവാനുള്ള എന്ന് വിചാരിച്ച ആരും ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ അല്ല. എന്നൊരു 90% ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ തിരുമേനിയുടെ പേഴ്സണാലിറ്റി ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ തിരുമേനി എന്തോ മനസ്സിൽ കണ്ടാണ് സെമിനാരിയുടെ പഠനം പൂർത്തിയായപ്പോൾ തിരുമേനി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ചെമ്മാച്ചൻ കുറച്ച് ക്ലാസിക്കൽ സംഗീതം പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുമേനി ഇനിയും ഒത്തിരി പൈസ വേണ്ട ഇതൊക്കെ പഠിക്കാൻ, ഇവിടെയെങ്ങും ഇല്ല, അങ്ങ് എറണാകുളത്തോ കൊച്ചിയിലൊക്കെ പോകണം. അപ്പോൾ തിരുമേനി പറഞ്ഞ പോലെ കോനാട്ട് എബ്രഹാം മലപ്പാനിസിൻ്റെ കാര്യം അധികം സംസാരിക്കുകയില്ല. 2-3 വാചകങ്ങളിൽ അടുത്ത് നിൽക്കാൻ തന്നെ പേടിയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയുമായിട്ട് ചേരാതെ വന്ന് ഇഷ്ടപ്പെടുകയില്ല. മുറിയിൽ വാ എന്ന് പറഞ്ഞു, അത്രേ പറയുള്ളൂ. മുറിയിൽ ചേർന്ന് തിരുമേനി അന്ന് 1000 രൂപ ഒരു ചെക്കിൽ എഴുതി എനിക്ക് തന്നു. ഇത് 81-ലാണ്. 1000 രൂപ. എൻ്റെ കണ്ണിങ്ങനെ തുറന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 1000 രൂപയുടെ മുതലാളിയാകുന്നത്. ഞാൻ ചെക്ക് നെഞ്ചോട് ചേർത്ത് കുടിച്ചു തൊമ്പരാലും. ദൈവം എനിക്ക് വലിയൊരു ഓപ്പണിങ് തരുന്നതാണ്. അത് തിരുമേനിയുടെ കരങ്ങളാൽ തന്ന പൈസ ഞാൻ കോട്ടയത്തെ സീമസ് കോളേജ് ബ്രാഞ്ചിൽ കൊണ്ടിട്ടു, ബാങ്കിലിട്ടു. ആ അക്കൗണ്ടാണ് ഞാൻ ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുമേനിയുടെ അനുഗ്രഹിച്ച് തന്ന പൈസ. അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് പോയെങ്കിലും എനിക്ക് സംഗീതത്തിൻ്റെ ഈ യാത്രയും ആ പഠിപ്പിക്കലിൻ്റെ ശൈലി കൊണ്ട് എനിക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു ഇതിലേക്ക് എനിക്ക് തോന്നി. ഞാൻ നിർത്തി. അപ്പോഴാണ് കോട്ടയത്ത് നല്ലൊരു ഭാഗവതരുണ്ട്, നമ്മുടെ തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്തൊരു കലാക്ഷേത്രം എന്ന് പറഞ്ഞൊരു അവിടെ ഒരു അമ്പിസ്വാമി. അദ്ദേഹം ഒരു ഭാഗവതരാണ്, തമിഴ് ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യം മുതൽ പറ്റയടക്കം വെച്ച് ദക്ഷിണ വെച്ച് തുടങ്ങി. അദ്ദേഹം പഠിപ്പിച്ചതുകൊണ്ട് ഒരു ആഴ്ചയിൽ 3-4 മണിക്കൂർ എനിക്ക് തരുക. മറ്റേ എറണാകുളത്ത് പോയി 20 മിനിറ്റ് കിട്ടുള്ളൂ. ബേസിക്കായിട്ട് പഠിക്കാനായിട്ട് പറ്റി. അങ്ങനെ ശാസ്ത്രീയ സംഗീതത്തിലേക്ക് ഒരു ടേസ്റ്റായി തുടങ്ങി. ഞാൻ ദിവസവും സാധകം ചെയ്യും. സാധകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വരങ്ങളെ ഇട്ട് അമ്മാനമാടുക, അതിൻ്റെ ആരോഹണാവരോഹണം ഓരോ കാലങ്ങളിൽ സ സരി ഗമ പധ നി സ സനി ദ പ മഗരി സ സരി ഗമ പധ നി സ സനി ദ പ മഗരി സ സരി ഗമ പധ നി സ സനി ദ പ മഗരി സ ആ ഓ ഏ ഈ ഇതിങ്ങനെ പാടിയിട്ട് പിന്നെ മുകളിലേക്ക് സരി ഗമ പധ നി സ സരി ഗ ഗ സ മഗരി സ പ മഗരി സ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ തൊണ്ടയ്ക്ക് കൊടുക്കുന്ന എക്സസൈസ്. നമ്മൾ സ്വയമായിട്ടത് അധ്വാനിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. യേശുദാസ് കച്ചേരി പാടുന്നതുകൊണ്ട് കണ്ടുകൊണ്ട് പോയി പാടിയിട്ട് കാര്യമില്ല. യേശുദാസ് ചെയ്യുന്ന അഭ്യാസങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ സാധിക്കും. എന്നും ചെയ്യുമായിരുന്നു. ഇപ്പോഴും ചെയ്യും. ഇപ്പൊ യേശുദാസേട്ടൻ പറഞ്ഞു പ്രായമാകുമ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞു എക്സസൈസ്. ഒത്തിരി ഓവർ ലോഡ് തൊണ്ടയ്ക്ക് വന്നാൽ വോക്കൽ കോഡിനെ ബാധിക്കും. നമ്മളൊന്ന് മോൾഡ് ചെയ്ത് ഏകദേശം കൊണ്ടുവന്ന് അത്യാവശ്യത്തിനെ പാടാവ്. ദിവസവും എക്സസൈസില്ല, ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു രസമുണ്ടായി. അന്ന് ഞാൻ തുടങ്ങിയ സമയത്താണ് സോഫ്റ്റ്വെയർ സെൻ്ററിലിരുന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. സരി ഗമ പദ നി സ സരി ഗമ പ ഇത് നീട്ടി പാടിക്കൊണ്ട് നമ്മുടെ ബേബിച്ചേർത്തി അറിയാം മുറ്റടിക്കുന്നത്. അയ്യോ ചെമ്മാച്ചൻ മരിച്ചു ഓട്ടി വായോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചു പോവല്ലേ, ബേബിച്ചേർത്തി പോകും, ഞാൻ ഇവിടെ പാടിക്കൊണ്ടിരിക്കുക, പാട്ട് എക്സർസൈസ് ചെയ്യുക. പറഞ്ഞു വന്നത് അതുപോലെ കഠിനമായ രീതിയിലുള്ള പ്രാക്ടീസ് കൊണ്ട് വഴങ്ങാത്തതായ തൊണ്ടയെ വഴക്കിയെടുക്കുവാൻ ഞാൻ ചെയ്തതായ ത്യാഗം, അധ്വാനം. നമ്മൾ അധ്വാനിച്ചാൽ, എനിക്കും നമ്മുടെ പിള്ളേരോടൊക്കെ പറയാനുള്ളത്, എല്ലാവരും സ്റ്റേജിൽ കയറി നന്നായിട്ട് പാടുക എന്നുള്ളതല്ല എൻ്റെ സംഗതി. അധ്വാനിച്ച് അങ്ങനെ ആക്കി ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല നമുക്ക് വേണ്ടത്, ഞാനതായി തീരുവാൻ തക്കണം. യേശുദാസിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ യേശുദാസ് ഇടുന്ന ജുബായും മീശയും താടിയും ഇതാക്കിയാൽ പോരാ. ദാസേടൻ തന്നെ പറയും, അദ്ദേഹം അതിൻ്റെ പിന്നിൽ ചെയ്യുന്നതായ ത്യാഗം, നമ്മുടെ ദൈവം തന്ന ശബ്ദത്തെ ഒന്ന് മോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ വൈദികരോടും പറയാനുള്ള ഇതാണ്. ആരെയും മോഡലാക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് നാം നമ്മെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ
നാച്ചുറലായിട്ട് നമുക്ക് ദൈവം തരുന്നതായ ശബ്ദമുണ്ട്. ആ ശബ്ദത്തെ കുറച്ചുകൂടി മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും, സൗന്ദര്യം കൊടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ശബ്ദത്തിന്. അത് മതി. ഞാൻ പാടുമ്പോൾ യേശുദാസ് പാടുന്ന പോലെ എന്ന് പറയരുത്. അത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി. ഞാൻ പാടുമ്പോൾ ചെല്ലിയാൽ മതി, ഞാൻ കുർബാന ചെല്ലുന്ന രീതിയിൽ ചെല്ലിയാൽ മതി. അപ്പോൾ ഇങ്ങനെ അധ്വാനിച്ച് ആ ഒരു ഇതിലേക്ക് വരാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ 1982 എൻ്റെ പഠിത്തം കഴിഞ്ഞ വർഷം ഞാൻ എബ്രഹാം മൽപ്പാനച്ചൻ അവിടുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയപ്പോൾ സുറിയാനി പഠിപ്പിക്കാൻ ആളില്ലാതെ വന്നതുകൊണ്ട് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പറഞ്ഞു, ഷമ്മാശൻ എന്ന ഇവിടെ താൽക്കാലികമായിട്ടൊരു ടെമ്പററി ആയിട്ട് അച്ഛൻ്റെ ആ ക്ലാസ് ഒന്ന്. അപ്പം ഞാൻ പറഞ്ഞു, തിരുമേനി എനിക്ക് അതിനുള്ള അറിവ് ജ്ഞാനമില്ല, പരിജ്ഞാനമില്ല സുറിയാനി. അപ്പോൾ തിരുമേനി പറഞ്ഞൊരു വാചകമുണ്ട്, അത് എല്ലാവർക്കും നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ പഠിച്ചിട്ടല്ല വരുന്നത്, പഠിപ്പിക്കുമ്പോഴാണ് പഠിക്കുന്നത്. ഒരു അധ്യാപകൻ പഠിപ്പിക്കാനായിട്ട് ഒത്തിരി പുസ്തകങ്ങൾ റെഫർ ചെയ്യും, ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക, അങ്ങനെയാണ് വിഷയങ്ങളിലേക്ക് ഏറി വരുന്നത് പറഞ്ഞത് എനിക്കൊരു ഇൻസ്പിറേഷനായി. അങ്ങനെ 1982 ഒക്ടോബറിലാണ് ഞാൻ ആദ്യമായിട്ട് സെമിനാരിയിൽ പഠിപ്പിക്കുവാനായിട്ട് പരിശുദ്ധ സുന്നഹദോസിൻ്റെ അനുവാദത്തോടു കൂടി അങ്ങനെ കിട്ടിയത്. അങ്ങനെ തുടങ്ങിയ അന്ന് വട്ടക്കുന്നേല ബാബ തിരുമേനി ആയിരുന്നു. 84 ഞാൻ ആദ്യത്തെ കച്ചേരി അരങ്ങേറിയത്. അത് തിരുനക്കര ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ, കലാക്ഷേത്രത്തിൽ. അത് ഈ മഹാനവമി ഇവരുടെ പൂജ ഹോളിഡേയ്സിൽ ഒരാഴ്ച നടക്കുന്ന കച്ചേരികളുണ്ട്. അപ്പം അതിൽ ഒരു ദിവസം എൻ്റെ ഒരു അരങ്ങേറ്റമായിട്ട് ഞാൻ പാടിയത് കേട്ടപ്പോൾ തിരുമേനിക്ക് അത് സെമിനാരിലൊന്നും കേട്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹം. അങ്ങനെ അച്ഛൻ അന്ന് മുതലേ ശാസ്ത്രങ്ങൾ പഠിക്കുന്നുണ്ട്. 81 മുതൽ പഠിച്ചുകൊണ്ടിരിക്കും. ഈ 84 ഈ കച്ചേരി ഞാൻ സെമിനാരി പാടിയത് തിരുമേനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തിരുമേനിക്ക് അരങ്ങേറ്റത്തിന് അച്ഛൻ്റെ മനോവികാരം എങ്ങനെയായിരുന്നു? എനിക്ക് മനോവികാരമൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, പേടിച്ചാ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും ചിന്തിക്കാൻ, ഈ ക്ലാസിക്കൽ പാടുമ്പോൾ നമുക്കുള്ള പ്രോബ്ലം ഈ രാഗം തെറ്റാൻ പാടില്ല, താളം തെറ്റാൻ പാടില്ല. നമ്മളെവിടെയെങ്കിലും താളം തെറ്റിയാൽ അതെല്ലാം പുറകിലിരിക്കുന്നവർക്ക് മാറിപ്പോകും. രാഗത്തിൻ്റെ ഒരു ചെറിയ സ്വല്പം ഒരു സെമിറ്റോൺ മാറിയാൽ ആ രാഗം മാറിപ്പോകും. അപ്പോൾ ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് വേറെ അത്രയും ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് പക്ഷേ എൻ്റെ 2 അധ്യാപകർ കൂടെ അടുത്തിരിപ്പുള്ളതുകൊണ്ട് ഒരു ബലം ഉണ്ടായിരുന്നു, തെറ്റിയാൽ അവർ കറക്റ്റ് ചെയ്യുമെന്നുള്ളൊരു. 84 സെമിനാരിയിൽ ആദ്യത്തെ കച്ചേരി അരങ്ങേറിയ തിരുമേനിക്ക് സന്തോഷമായി. അങ്ങനെ തിരുമേനിക്ക് മനസ്സിലായി എന്നെ കുറച്ചുകൂടെ പഠിപ്പിക്കണം. അങ്ങനെയാണ് തിരുമേനി റഷ്യയിൽ, അന്ന് ലെനിൻഗ്രാഡ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരു മ്യൂസിക് അക്കാഡമി ഉണ്ട്, സെമിനാരിയോട് ചേർന്ന്. അവിടെ തിരുമേനി അഡ്മിഷൻ്റെ സ്റ്റൈഫൻഡ് ശരിയാക്കി എന്നെ അങ്ങോട്ട് വിടുകയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ അതോ സെലിബസി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, വീട്ടിലൊക്കെ പോയി ആലോചിച്ചിട്ട് ഒരു തീരുമാനം. അപ്പോൾ തിരുമേനി പറഞ്ഞു, നോൺസെൻസ്, മേലാൽ ഇങ്ങനെ പറയരുത് ആരോടും, കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാരാണോ തീരുമാനിക്കുക, സ്വന്തമായിട്ടൊരു ചിന്തയില്ലേന്ന് ചോദിച്ചു. ഞാൻ പിന്നെ മിണ്ടിയില്ല. തിരുമേനി ഞാൻ നാളെ പ്രാർത്ഥിച്ചിട്ട് ഞാനൊരു തീരുമാനം പറയാമെന്ന് പറഞ്ഞു പറ്റിയത്. കാരണം തിരുമേനി പറഞ്ഞതാണ്, പഠിക്കാൻ പോയാൽ വിവാഹം ചെയ്തിട്ടാണ് പഠിക്കാൻ പോകരുത്, പഠിത്തം ശരിയാകുകയില്ല. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് വിവാഹം ചെയ്യുക, വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ പിറ്റേ ദിവസം തിരുമേനിയോട് പറഞ്ഞു, ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് പഠിത്തം കഴിഞ്ഞിട്ട് മാത്രം മതി, അതുകൊണ്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ തിരുമേനി എന്നെ റഷ്യയിലേക്ക് പറഞ്ഞു വിട്ടു. അവിടുത്തെ അഭീകരമായ തണുപ്പിൽ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, അവിടെ ഭക്ഷണം വളരെ മോശം. പക്ഷേ എന്നാലും ഒരു വിദേശീയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആവശ്യത്തിനുള്ള കൺസിഡറേഷനൊക്കെ അവർ തന്നിട്ടുണ്ട്. 88 എൻ്റെ പഠിത്തം കഴിയുന്നതിന് മുമ്പ് ഒരു 6 മാസത്തെ ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ ഇംഗ്ലണ്ടിൽ ഒന്ന് പഠിക്കാനായിട്ടുള്ളൊരു അവസരവും ദൈവം ഒരുക്കി തന്നു. അങ്ങനെ ഈ വെസ്റ്റേൺ ഹാർമണിയെക്കുറിച്ചുള്ളൊരു പഠനമായിരുന്നു. റഷ്യയിലിവിടെ പഠിച്ചത് വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ അടിത്തറയിട്ട് നൊട്ടേഷൻ മുതൽ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുമായിരുന്നു. എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം, നല്ലൊരു ടീച്ചർ, ഒരു പ്രായമുള്ളൊരു ടീച്ചറുണ്ടായിരുന്നു, എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അവരുണ്ടായിരുന്നുകൊണ്ടാണ് പഠിക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മുടെ ഈ സുറിയാനി പാട്ടുകളെല്ലാം ഒന്ന് നൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് പിറ്റേ ദിവസം അവരെ കേൾപ്പിക്കും, തെറ്റുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അത് ഒരു ഭയങ്കരമായൊരു ഭാഗ്യമായി. അപ്പോൾ അതുപോലെ ഹാർമണിയെക്കുറിച്ച്
അവരുടെ ആ ഒരു ശിക്ഷണം കൊണ്ടാണ് ഞാൻ 2015 ആദ്യത്തെ ഒരു സിംഫണി കമ്പോസ് ചെയ്തു, ദ സോങ് ഓഫ് ആൻ ഇന്ത്യൻ കുക്കു. ഇവിടെ കോട്ടയത്ത് അരങ്ങേറി. ദാസേട്ടനും ചിത്രയൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു മെഗാ ഒരു ഇവൻ്റ് ആയിരുന്നു. ഇവിടെ അങ്ങനെ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ ഒരു പുസ്തകം എന്ന് പറയുന്നത് എൻ്റെ സിംഫണി. അഹങ്കാരം കൊണ്ട് പറയുവാണെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ എഴുതി ഇവിടെ അവതരിപ്പിച്ച വേറൊരു സിംഫണി ഇന്ത്യയിൽ വേറെ ഇല്ല. അവതരിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി, സുബിൻ മേത്തയൊക്കെ ചേർക്ക മറ്റുള്ളവരുടെയാണ്. ഇത് നമ്മുടെ ഈ കേരളത്തിൽ ഇവിടെ ഏപ്രിൽ മെയ് മാസത്തിൽ പാട്ട് പാടുന്ന ഒരു വിഷുപക്ഷി, അപ്പം കൊമ്പത്ത് ഈ പക്ഷിയെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് യെരുശലേമിലേക്ക് വിട്ട് ക്രിസ്തുവിൻ്റെ ജീവചരിത്രം ഇവിടെ പാടി കേൾപ്പിക്കുന്നതാണ് എൻ്റെ തീം. 1 മണിക്കൂർ നേരത്തെ പ്ലേ ആണ്. ഈ വർക്ക് അച്ഛന് ചെയ്യേണ്ട എത്ര നാളെടുത്തു? 1 വർഷം. 1 വർഷം എടുത്തു ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ എഴുതിയ എൻ്റെ കാരണമുണ്ട്, എഴുതി വന്ന തീം വേറെയായിരുന്നു. ഒരു ദിവസം രാവിലെ ഇപ്പോൾ ഈ പക്ഷി രാവിലെ ഇങ്ങനെ കൂവുന്ന കേട്ടപ്പോൾ ഞാൻ എൻ്റെ ചിന്ത ഇങ്ങോട്ട് മാറ്റി. ഈ പക്ഷിയാക്കാം ഇതിൻ്റെ കേന്ദ്രബിന്ദു. ഇവനെ യെരുശലേമിൽ വിട്ട് യേശുക്രിസ്തുവിൻ്റെ ലൈഫ് ഹിസ്റ്ററി അവൻ്റെ പാടി കേൾപ്പിക്കുന്നത് അത് ഇതിനകത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവനിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്തൊരു 10-100 ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അതുപോലെ അതിന് കോറൽ സിംഫണിയായിട്ട് 100 പാട്ടുകാരുണ്ട്. അങ്ങനെ സ്റ്റേജ് മുഴുവൻ ഇവരെ കൊണ്ട് നിറഞ്ഞു. ദാസേട്ടനൊക്കെ ഭയങ്കരമായ സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് പങ്കെടുത്തതാണ്. അപ്പം അങ്ങനെ ഒരെണ്ണം കമ്പോസ് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയത്, എഴുതാനുള്ള കഴിവ് കിട്ടിയത് ഈ ടീച്ചറാണ്. താച്ചിയാന പാൻഡലൈ മോഹനവന. അത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലെനിൻഗ്രാഡിൻ്റെ എവിടെയോ ഒരു ഭാഗത്തുണ്ടായിരിക്കും. അന്ന് തന്നെ പ്രായം ഉണ്ടായിരുന്നു, മരിച്ചു പോയി കാണും, അറിയാൻ പാടില്ല. അഡ്രസ്സ് ഞാൻ അവിടെ പോയിട്ട് അറിയാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ല, അങ്ങനെ ഒരു അഡ്രസ്സ് ഇല്ല. എനിവേ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ദൈവം തമ്പുരാൻ തന്നു. പിന്നീടാണ് 88 ഇവിടെ വന്നു. 89 ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പിന്നെ പരിശ്രമം കൊണ്ട് എന്നെ സുന്നവദോസ് സെമിനാരിയിലെ ഫുൾ ടൈം ഫാക്കൽറ്റി ആയിട്ട് വീണ്ടും മറ്റു പാർട്ട് ടൈം ആയിരുന്നു ഫുൾ ടൈമായിട്ടാക്കി. ഈ സംഗീത ആലാപനം അല്ലെങ്കിൽ അച്ഛൻ പാടണം, അതിനൊരു പ്രചോദനമായി തീർന്നത് ആരായിരുന്നു? തീർച്ചയായിട്ടും എനിക്കതിനകത്ത് ആദ്യമായിട്ട് അഭിമാനത്തോടെ പറയാനുള്ളത് മലങ്കര സഭയുടെ ഏറ്റവും വലിയൊരു പുണ്യപിതാവായ മോറന്മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ. എല്ലാവരും വീട്ടുപേര് ചേർത്ത് പറയും, വട്ടക്കുന്നൽ ബാവ എന്നൊക്കെ പറയും. ഈ പിതാവിൻ്റെ പ്രോത്സാഹനമാണ് ജീവിതത്തിലെ ഒരു വലിയ ഒരു കൈത്താങ്ങായത് എൻ്റെ ആലാപന ശൈലിക്ക്. കൊരദശൻ എന്നെ പഠിപ്പിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് സെമിനാരി പാടുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോനാട്ട് മൽപ്പാനാച്ചൻ അങ്ങനെ ആയിരുന്നു സംസാരിക്കുന്നത്, ഒരു ഗൗരവക്കാരനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ബോള് ഗ്രിഗോറിയോസ് തിരുമേനിയിലേക്ക് വന്നു. അദ്ദേഹം ഇതുപോലൊരു വ്യക്തിയായിരുന്നു. ആർക്കും അത്ര അങ്ങ് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാവുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ വേറൊരു രൂപമായിരുന്നു വട്ടക്കുന്നൽ ബാവ, മാത്യൂസ് പ്രഥമൻ ബാവ. തിരുമേനിയെ ഞാൻ ഇവിടെ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്തെല്ലാം ഇവിടെ വന്ന ഒരു ഗ്യാപ്പ്, തിരുമേനിയെ പേടിയാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഗൗരവമുള്ള മുഖവും അത് തന്നെയല്ല, മനുഷ്യനെ ഇതുപോലെ അളന്നെടുക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ ആ കണ്ണിൻ്റെ പവർ. ഒരാൾ കയറി വന്നാൽ തിരുമേനി അടിമുടി ഒരു നോട്ടം നോക്കിയിട്ടേ സംസാരിക്കുകയുള്ളൂ. ഇവൻ ഏത് തിരക്കാരൻ, അത് ഒരു ഭയങ്കര ഒരു ഗിഫ്റ്റായിരുന്നു തിരുമേനിക്ക്. അവൻ കള്ളനാണെങ്കിൽ അധികം നേരം തിരുമേനി സംസാരിക്കുകയില്ല, കൈ പോലും ഒത്തിക്കുകയില്ല. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ തിരുമേനിയോട് പേടി, അങ്ങ് അടുത്ത് സംസാരിക്കാൻ നമ്മുടെ വായിൽ നിന്ന് വല്ലതും ആവശ്യമില്ലാത്ത വരുമോ എന്നുള്ള പേടി. തിരുമേനി ഇറങ്ങിപ്പോകാൻ പറയും, കൈമത്തിക്കാതെ വിടുമോ, അങ്ങനെയൊക്കെ ഉള്ളു. അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ തിരുമേനി എന്നെ എൻ്റെ ദേഹത്ത് ആദ്യം തൊടുന്നതിനെക്കുറിച്ച് പറയുക. വൈദിക സെമിനാരിയിലെ 4ാം വർഷം ഞാൻ പഠിക്കുന്ന കാലത്ത്, അന്ന് പരിമല പെരുന്നാളിന് പോകുന്നത് ഞങ്ങൾ എമ്മാശുമാരും ബോട്ട് വഴിയാണ് പോകുന്നത്. സെമിനാരിയുടെ അവിടെ നിന്ന് ആ കൊടൂരാറ് വഴി ഞങ്ങൾ പോയി വേമ്പനാട്ട് കായൽ വഴി പമ്പയാറ്റി കയറി ആണ് ഞങ്ങൾ പരിമല പോകുന്നത്. ഒരു രസമായിരുന്നു അന്നത്തെ കാലത്തെ പരിമല യാത്ര. അപ്പോൾ 4ാം വർഷത്തെ ആ ഒരു വർഷം, അതിന് മുമ്പ് വന്നപ്പോഴത്തേക്ക് എന്തോ ബോട്ടിന് ഏതാണ്ട് പ്രശ്നമുണ്ടായി. ഇനി ബോട്ട് യാത്ര വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെയാണ് പോകുന്നത്. ബസ്സിന് കയറി പിടിച്ചു പോയി. പരിമലപ്പള്ളിയിലെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അതൊരു പെരുന്നാളാണ്.
അന്നത്തെ ആ പഴയ പള്ളി, ആ കുർബാനയുടെ ആ മറയങ്ങ് തുടക്കുമ്പോഴത്തേക്കുള്ള ഒരു സ്വർഗതുല്യമായ ഒരു ഫീലാണ് അത് എവിടെയോ പോയി എന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ആ ഒരു ഫീൽ എത്രയോ പള്ളികൾ പോയിട്ടുണ്ട്. അതേവരെ പക്ഷേ പരിമല തിരുമേനിയുടെ ആ പ്രാർത്ഥനയുടെ ഇതാന്ന് ഞാൻ അങ്ങ് മനസ്സുകൊണ്ട് അങ്ങ് ചിന്തിക്കുക. എൻ്റെ പാട്ട് തുടങ്ങിയത് അവിടെയാണ്. അതായത് എൻ്റെ 4th ഇയറിൽ ഈ കുർബാന കഴിഞ്ഞിട്ടൊരു വാഴവുണ്ട്. പരിമല മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് പിതാക്കന്മാരെല്ലാം നിന്നുകൊണ്ട് ജനത്തെ ആശീർവദിക്കുന്ന ഒരു വാഴവ്, ശ്ലൈഹിക വാഴവ്. ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, എങ്കിലും ഉറക്കെ പാടാനൊക്കെ അറിയാം. പിന്നെ യേശുദാസിൻ്റെ ഈ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് ശബ്ദം കൂട്ടണമെന്നും കുറയ്ക്കുന്ന അദ്ദേഹം ചില പാട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വളരെ മൈൽഡായിട്ട് കൊണ്ടുവന്ന് ചില കുറച്ച് ശാസ്ത്രീയമായ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. സുലസക്കാമാൻ ഞാൻ ഇങ്ങനെ തുടങ്ങി തിരുമേനി ബാവ എന്നാൽ അധികം 6-7 തിരുമേനിമാരെ അന്ന് അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ അനൗൺസ്മെൻറ്റുകാരെല്ലാം ഇങ്ങനെ ആ വണ്ടി അവിടെ മാറണം, ഈ വണ്ടി ഇവിടെ മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കറിയാൻ പാടില്ല, ഞാൻ മറ്റു ശ്രദ്ധിച്ചില്ല. സ്ലൂസോ കാമാൻ പാടി എങ്ങനെ പാടി അതിൻ്റെ ആ വോളിയം, അതിൻ്റെ ഡൈനമിക്സ് എന്ന് പറയും, അത് പിന്നെ ഞാൻ മനസ്സിലായി. ഡൈനമിക്സ് എന്ന് പറഞ്ഞാൽ വോയിസിൻ്റെ ഡൈനമിക്സ് ആണ്, ശബ്ദം ഇങ്ങനെ കൂടി അത് കുറഞ്ഞ് അത് ഏറ്റവും മൈൽഡായിട്ട് കൊണ്ടുവന്ന് ശബ്ദത്തിൻ്റെ വാക്കുകളുടെ ഇതനുസരിച്ച് വോയിസിനെ ഇങ്ങനെ മോഡുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഇതിലോട്ട് കൊണ്ടുവരിക കൊടുക്കുക. അതൊരു ശബ്ദത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന ആലാപന ശൈലി. ആരും പറഞ്ഞു തന്നിട്ടാണോ ദൈവം തമ്പുരാൻ്റെ ഒരു ആത്മാവിനിൽ കൂടി പ്രവഹിച്ചതായിരിക്കും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സ്ലൂസോ കമാൻ ആദ്യത്തേത് കൊണ്ടുവന്ന് ഇതിങ്ങനെ സ്ലോ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ അനൗൺസ്മെൻറ്റ് മൈക്കുകളെല്ലാം നിന്നു, പതുക്കെ അങ്ങ് നിന്നു. പഴയ കെട്ടിടം, പഴയ മട്ടുപ്പാവിലാണ്, ജനങ്ങളെല്ലാം താഴെ നീക്കി. രണ്ടാമത്തെ ലൈൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ അങ്ങ് പോയി ഇങ്ങനെ കൊണ്ടുവന്ന് തീരെ മൈൽഡ് വോയിസിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അതിൻ്റെ പിൻ ഡ്രോപ്പ്, അതായത് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് ഇങ്ങനെ പോകുന്ന പോലെ ഇങ്ങനെ ബാവായി ഒരു നോട്ടം നോക്കി ഇങ്ങനെ. അപ്പോൾ എനിക്ക് പേടിയായി. തിരുമേനി എന്നെ നോക്കിയത് നിർത്തണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഇടപാട്, എൻ്റെ സംഗീത ലോകം തീർന്നു. അങ്ങനെ ഒന്ന് നോക്കി. പിന്നെ തിരുമേനി നേരെ എന്നോ ഇദ്ദേഹം സംഗീതം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ തല ഇങ്ങനെ ഒന്ന് കുലുക്കും. തല ഇങ്ങനെ കുലുക്കുവാണെങ്കിൽ എൻ്റെ അർത്ഥം തിരുമേനി നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. മൂന്നാമത്തെ ലൈൻ എടുത്ത് കഴിയുമ്പോൾ തിരുമേനി ഇങ്ങനെ തലയൊന്ന് കുലുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സമാധാനമായി. തിരുമേനി നിർത്താൻ തിരുമേനി ആസ്വദിക്കണമെന്ന് മനസ്സിലായി. ആ വാഴ്വിൻ്റെ ഗീതം ആണ് എൻ്റെ ജീവിതത്തിലെ ആലാപനത്തിൻ്റെ ആദ്യത്തേത് ഞാനങ്ങ് വിശ്വസിക്കുക. കാരണം വാഴ്വ് കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു ഇവിടെ വാടോ എന്നും പറഞ്ഞ് വിളിച്ചു. എൻ്റെ പേരെന്താ എന്ന് പറഞ്ഞ പേരൊക്കെ അഡ്രസ്സും ഒക്കെ പറഞ്ഞു. എല്ലാം കുറച്ചൊക്കെ നടന്നു പോയി. എൻ്റെ തോളയിൽ ഇങ്ങനെ കൈവച്ചോടിങ്ങനെ പോയിട്ട് താൻ പാടിയത് നന്നായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ്. കാരണം തിരുമേനിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട, താൻ പാടിയത് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയൊരു പ്രചോദനവും ഉത്തേജനവും പ്രോത്സാഹനവുമായി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനത് സൂക്ഷിക്കുന്നു. അതുപോലെ വിദേശത്തെ പഠനം, അവിടുത്തെ പഠിച്ച സ്കൂള്, അധ്യാപന ശൈലികൾ, അവിടുത്തെ പരിസ്ഥിതി, ഇവിടെ ഒരു സംഗീതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അച്ഛൻ ഏതായിരുന്നു മനോഹരമായിട്ട് തോന്നി? അവിടുത്തെ പഠനമായിരുന്നു ഇവിടുത്തെ ഇന്ത്യൻ മ്യൂസിക്സ് ആണോ നല്ലത്? സിസ്റ്റം ഏതാണ് നല്ലത്? രണ്ടും രണ്ട് സിസ്റ്റമാണ്. ഇപ്പം ചപ്പാത്തിയാണോ ചോറാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും നല്ലതാണ്. അപ്പം വിദേശീയരുടെ യൂറോപ്യൻ ഫുഡാണോ നല്ലതെന്ന് വെച്ചാൽ അതും നല്ലതാണ്. എല്ലാം നല്ലതാണ്. ഓരോന്നിനും അതിൻ്റേതായ മേന്മയും കുറവുകളും ഞാൻ പറയുകയില്ല, അതിൻ്റേതായ ചില മാറ്റങ്ങളും ഗുണങ്ങളും എല്ലാം ഉണ്ട്. റഷ്യയിലെ പഠിപ്പിക്കലിൻ്റെ കാര്യം അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം അന്ന് റഷ്യയാണ് ഇൻ്റർനാഷണൽ അത്ലറ്റിക് മീറ്റിലെല്ലാം ചൈനയ്ക്ക് പകരം അന്ന് റഷ്യയായിരുന്നു ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം സോവിയറ്റാണ്, സോവിയറ്റ് യൂണിയൻ. അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പം 250 കിലോ
നമ്മുടെ ഇൻ്റർനാഷണൽ ഇതിനകത്ത് ഫസ്റ്റ് കിട്ടേണ്ടവന് ഇവിടെ 270 പൊക്കി കാണിച്ചാൽ 250 പൊക്കാൻ അങ്ങോട്ട് വിടുകയുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ ഒരിക്കലും എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം എന്ന് പറയില്ല. അവൻ ഏതിൽ കഴിവുണ്ടോ അവനെ അതിലേക്ക് അങ്ങ് വിടുക. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ ഈ ഡിഗ്രിക്കോ അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരു ഇതല്ലാതെ അവരുടെ വേറൊരു സിസ്റ്റമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ എനിക്ക് ഈ പഠിക്കുവാനുള്ള ഒരു ഗ്രൗണ്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. -40 പുറത്ത്. അപ്പോഴും അകത്ത് ഞാൻ ആദ്യമായിട്ടാണ് മഞ്ഞ് വീഴ്ചയൊക്കെ കാണുന്നത്. അപ്പോൾ ഈ തണുപ്പിൻ്റെ അകത്തും അത് എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരായിരുന്നു റഷ്യൻസ്. ആധ്യാത്മികതയുടെ ഒരു വലിയ കേന്ദ്രമായിരുന്നു ഈ സെമിനാരി. ഈ മ്യൂസിക് അക്കാഡമി സെമിനാരി ഒരു ക്യാമ്പസ്. ഒരു നമസ്കാരത്തിന് എല്ലാവരും ഒരുമിച്ച് വരും. ഞാൻ താമസിക്കുന്ന എൻ്റെ മുറിയിൽ 3 റഷ്യൻസ്, അവർ 3 പേരും അക്കാഡമി അച്ഛന്മാരാവാനുള്ളവരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ മ്യൂസിക്കിനുള്ളത്. ആധ്യാത്മികതയുടെ ആ അടിത്തറ എന്ന് പറയുന്നത് അവരെ കൊടുക്കുന്ന അവരുടെ സ്പിരിച്വൽ എക്സസൈസസ് എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമാണ്. എൻ്റെ ആദ്യത്തെ ദിവസത്തെ അനുഭവം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആ അക്കാഡമിയിൽ ഒരു ശനിയാഴ്ചയാണ് ഞാൻ അവിടെ ചെന്നത്. സന്ധ്യാനമസ്കാരത്തിൽ ഞാൻ പങ്കുചേരണം. സന്ധ്യാനമസ്കാരത്തിന് ചാപ്പൽ മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 3 കൊയറുണ്ട്. താഴെ മദ്ബഹായുടെ താഴെ വടക്കുവശത്ത് ഒരു മിക്സഡ് കൊയർ, ഒരു 150 പേര് കാണും. ഇവിടെ ഒരു മെയിൽ കൊയർ തെക്ക് വശത്ത് ഒരു 90 പേര് കാണും. ഇതുകൂടാതെ ബാൽക്കണിയിൽ ഫീമെയിൽ മ്യൂസിക്കൽ അക്കാഡമി സ്റ്റുഡൻസിൻ്റെ ഫീമെയിൽ ഒരു കൊയറുണ്ട്, അവരും കാണും 100-100 പേര്. അപ്പോൾ ഇത്രയും പേര് ഇവിടെ പാട്ട് പാടാൻ തന്നെ നിൽക്കുകയാണ്. ബാക്കിയുള്ളവർ താഴെ നിൽക്കുന്നു. ഒരു പള്ളിക്ക് ഒരച്ഛനല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, അച്ഛന്മാർ കാണും. അപ്പം അന്ന് ഒരു തിരുമേനി, മെത്രാപ്പോലീത്ത അന്തോണി എന്ന് പറയുന്ന തിരുമേനിയെ സ്വീകരിക്കാൻ ഇങ്ങനെ വരുവാണ്. അച്ഛന്മാരും ആർക്കമൻഡറായിട്ട് ഇവരെല്ലാം വന്ന് ഇങ്ങനെ വികാരി ഒരു പാത്രത്തിൽ ഒരു ഈ ഗൗൺ ഇതുണ്ട്, അതും വെച്ച് ഒരു ശ്രീഭായം വെച്ച് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു. അവിടെ തിരുമേനി താഴെ നിന്ന് ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരിക. നമ്മുടെ തോമശിലോവിന് പകരം അവരുടെ ഒരു പാട്ടുണ്ട്, അതും പാടി ഇങ്ങോട്ട് വരുന്നു. തിരുമേനി ഇതൊക്കെ ഇട്ട് അകത്തേക്ക് കയറി. തിരുമേനി കയറി മുന്തി ജനങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ചു. ചില കഴിയുമ്പോഴത്തേക്ക് ഒരു ഡീക്കൻ, അവരെ പ്രോട്ടോ ഡീക്കൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പള്ളിയുടെ ഇത് വിറയ്ക്കും. പള്ളിക്കകത്ത് മൈക്ക് ഉപയോഗിക്കാൻ പറ്റിയല്ല, മൈക്ക് ഉപയോഗിക്കില്ല. അവിടെ ഏറ്റവും ഹൈ വോളിയത്തിൽ, പണ്ട് നമ്മുടെ ഇവിടെ അങ്ങനെയായിരുന്നു. മൈക്രോഫോണൊക്കെ വരുന്നതിന് മുമ്പ് ദാസേട്ടൻ്റെ ഒക്കെ ഫാദർ പാടിക്കൊണ്ടിരുന്നത് ഉറക്കെയാണ് പാടിക്കൊണ്ടിരുന്നത്, മൈക്കില്ലാത്ത കാലമായിരുന്നു. അപ്പം ആ ഒരു ഇത് അവർ പള്ളിയിൽ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇയാൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്കും പിടിച്ചുകൊണ്ട് വന്ന വസ്താനിച്ചെന്ന് പറഞ്ഞു. വസ്താനിച്ചെന്ന് പറഞ്ഞാൽ സോമൻ കാലോസാണ്. അർത്ഥം എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ പേടിച്ചു പോയി. ഇയാൾ നീ വടിയും പിടിച്ചുകൊണ്ട് ചെയ്യാൻ പോകുന്നു, പേടിച്ചു പോയി. ഇയാളിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊയർ മാസ്റ്റർ ഒരു അച്ഛനുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഒരു മെത്രാൻ, ഒരു ട്യൂണിങ് ഫോർക്ക് ചെവിയിൽ വെച്ച് ഒന്ന് മൂളി, അത് എല്ലാവർക്കും കേൾക്കാം. കൈ കൊടുത്തു. അതിങ്ങനെ ഒരു 4 പാർട്സ് ആയിട്ട് ഇത്രയും കൊയറുകൾ നിന്ന് ഇവരുടെ ഭയങ്കര ശബ്ദമല്ല, നമ്മുടെ ശബ്ദം പോലെയല്ല, നമ്മുടെ നെയ്സിലാണ്. ഇവരുടെ തൊണ്ടയിൽ ശബ്ദം ഇങ്ങനെ വന്ന് ഈ ഹാർമണി എന്ന് പറയും. ഞാനിങ്ങനെ നിന്ന് മുകളിലേക്ക് പൊങ്ങുമ്പോൾ ഒരു ബലൂൺ പൊങ്ങുമ്പോൾ ഒരു തോന്നൽ, അയ്യോ എന്തോ പാട്ടാ ഇവർ ഈ പാടുന്നേ, ഭയങ്കര. കോസ്ബരി പമ്മൂര് എന്ന് പറഞ്ഞ സ്തോമൻ കുറിയലൈസോനാത്. കുറിയലൈസോൻ, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. സ്തോമൻ കാലോസ് പറഞ്ഞു, ഉടനെ ജനം കുറിയലൈസോൻ പറഞ്ഞു അവരുടെ ഭാഷയിൽ. അപ്പം ഞാൻ ചിന്തിച്ചു, ഇതൊരു അസാധ്യമായ സംഗീത സംവിധാനമാണ്. ഇത്രയും മനോഹരമായിട്ടൊരു ഗായക സംഘത്തിനെ പാടാൻ ഒരാൾ അവിടെ ഒരു ശബ്ദം കൊടുത്തേ ഉള്ളൂ. ഇത് 3 പേര് അതിൻ്റെ വോയിസ് എടുത്ത് അവരവരുടെ വോയിസിൽ ഇങ്ങനെ പാടി, ഇങ്ങനെ അങ്ങ് പാടി വന്നപ്പോഴത്തേക്ക് അത് ഉണ്ടാക്കിയ ആ വൈബ്രേഷൻ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. റഷ്യൻ ആരാധന, പിന്നെ ഇവരുടെ ബൈസൻറ്റൈൻ ലിറ്റർജി, അസാധ്യം, നമുക്ക് അവാച്യം, നമുക്കത് ചിന്തിക്കാൻ പറ്റുകയില്ല.
അന്നാണ് ഈ റഷ്യൻ ആരാധനയുടെ ഒരു ഡെപ്ത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. ഞാനിങ്ങനെ ചാപ്പലിൻ്റെ പുറകിൽ നിൽക്കുകയാണ്, ബാക്കി എല്ലാവരും മുന്നിൽ നിൽക്കുന്നു. അവരെന്ന് വെച്ചാൽ ഈ പള്ളിയിൽ ഇടവക പള്ളിയില്ല അവർക്ക്. ക്രിസ്ത്യാനിയാണെന്ന് പറയുകയില്ല, കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഭക്തന്മാർ ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, പൊക്കോളോ, വേറെ ഒന്നും പറയാൻ പാടില്ല. ക്രിസ്തുവിനെക്കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അവർ നിൽക്കുന്ന പോലെ ചില അപ്പച്ചന്മാർ നിന്ന് അങ്ങ് കുരിശ് വരച്ചുകൊണ്ട് നിൽക്കും, വലത്തുനിന്ന് ഇടത്തേക്കാണ് വരയ്ക്കുന്നത്. നീണ്ട കുരിശ് ഇങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കുക. എൻ്റെ അടുത്തൊരു അപ്പച്ചൻ അങ്ങ് തുടങ്ങിയ പോലെ കുരിശ് വരയ്ക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെയൊക്കെ പള്ളിയിലെ പോലെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് സന്ധ്യാ നമസ്കാരം തീരുമെന്ന് വിചാരിച്ചു. 7 7:30 തീരുന്നില്ല. അപ്പം ഞാൻ യാത്രാക്ഷീണം കൊണ്ട് എൻ്റെ കൈ പുറകിൽ കെട്ടി ഇങ്ങനെ നിൽക്കുവാണ്, എനിക്ക് നടുവേദന പോലെ. അപ്പോൾ ഒരു ഇത്തിരി പ്രായമുള്ളൊരു സ്ത്രീയാണ്. അവരവിടെ നിന്ന് എങ്ങാണ്ട് ഓടി വന്ന് എൻ്റെ നേരെ നോക്കി ഏതാണ്ടൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. കൈ അഴിപ്പിച്ചിട്ട് മുന്നേ കെട്ടിയിട്ട് തലയ്ക്കിട്ടൊരു കുത്തു വെച്ച് തന്നു. ഇങ്ങനെ നിൽക്കാൻ തല. ഈ അമ്മച്ചിയെ കൊണ്ട് ശല്യമായാലും ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തവരെന്നെ ഇൻസൾട്ട് ചെയ്യണം തോന്നും. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 7:45 പ്രാർത്ഥന തീരുന്നില്ല. അപ്പം ഇപ്പോഴെങ്കിലും തീരുകയില്ലെന്ന് തോന്നും. 8 മണിയായപ്പോഴത്തേക്ക് എനിക്ക് നടുവേദന എടുത്ത് ഞാനിവിടെ നിലത്തിരുന്നു, നിൽക്കാൻ പറ്റുന്നില്ല. ഈ അമ്മച്ചി പിന്നെയും ചാടി ഇറങ്ങി വന്നു, എൻ്റെ കോളറെ പിടിച്ച് പൊക്കി നിൽക്കാൻ മടുത്തു. ഈ അമ്മച്ചിയെ കൊണ്ടും മടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുമേനിയുടെ ഫൈനൽ ബെൻഡിക്ഷൻ കുരിശ് വരയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും വലിയ കുരിശ് വരയ്ക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുരിശ് വരയ്ക്കുന്നത് ഇങ്ങനെ നെഞ്ചത്തൊരു കുരിശല്ല. ഈ അമ്മച്ചി പിന്നെയും ചാടി വന്നു. അവർ കൈയെ പിടിച്ച് നെറ്റിയെത്തും താഴെ പിടിച്ചു. അന്ന് ഞാൻ മനസ്സിലാക്കി, ഇവരോട് 4 പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. കാരണം എന്നെ ഇത്രയും ഇൻസൾട്ട് ചെയ്ത് ഇവരോട് 4 വാക്ക് പറയാതിരുന്നത് ശരിയാവില്ല. ഇവരെന്നെ സമൂഹത്തിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു. എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. ഞാൻ ഭാഷ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഈ നണ്ണാണ് അവരെ ഞാൻ ചോദിച്ചു, എന്നെ എന്തിനാണ് ഇൻസൾട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇൻസൾട്ട് ചെയ്തതല്ല, ഇവിടുത്തെ ഒരു നിയമമുണ്ട്. ആ നിയമം ആരായാലും ഒരു പള്ളിയിൽ നിൽക്കുന്നതിന്, കുരിശ് വരയ്ക്കുന്നതിന് എല്ലാത്തിനും ഒരു നിയമമുണ്ട്, അത് പാലിച്ചിരിക്കണം. നീ അത് തെറ്റിച്ചു. ഒന്ന്, കൈ പുറകെ കെട്ടി നിൽക്കുക അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ദൈവത്തിന് മുമ്പിൽ അഹങ്കാരത്തോടെ നിൽക്കരുത്. അപ്പോൾ എനിക്ക് അമ്മച്ചിയോട് ചില ബഹുമാനം തോന്നി. പിന്നെ നിലത്തിവിടെ ആരും ഇരിക്കാറില്ല, ഈ തണുപ്പുള്ള രാജ്യമാണ്. തന്നെയല്ല, ദൈവസന്നിധിയിൽ ഇരിക്കരുത്. വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ അഹങ്കാരത്തോടെ ഇരിക്കരുത്. അതുകൊണ്ട് പൊക്കി നിർത്തിയതാണ്. ശരിയാണല്ലോ, നമ്മുടെ പള്ളികളിലും ഇപ്പോഴാണ് ഈ കസേര വരാൻ തുടങ്ങിയത്. നമ്മുടെ പള്ളികളിൽ ആരും ഇരിക്കാറില്ലെന്ന് ഓർത്തഡോക്സിയുടെ ഒരു പ്രത്യേകത, ഇരിക്കാറില്ല എന്നുള്ളത്. അമ്മച്ചിയൊക്കെ ഇനി ഞാൻ 80 മാർക്ക് കൊടുത്തു. അടുത്താണ് കുരിശ്. മോനെ, നിൻ്റെ കുരിശ് വരെ ശരിയല്ല, നീ ഒരു ഓർത്തഡോക്സ് അല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്തഡോക്സാണ്. ഇന്ത്യയിൽ ഓർത്തഡോക്സുകാർ ഇങ്ങനെ കുരിശ് വരയ്ക്കുകയില്ല, അവർ നെറ്റിയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു, ഇവരുടെ ഒന്നും വീടുകളിൽ വേദപുസ്തകമില്ല, പള്ളിയിലാണ് ഇതെല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. ഇത്രയും വലിയ റെസ്ട്രിക്ഷൻ ഉണ്ടായിട്ടും ഫെയ്ത്ത് എന്ന് പറയുന്നത്, സഭയുടെ പാരമ്പര്യവും ട്രഡീഷൻ, വിശ്വാസം എല്ലാം ഇത്രമാത്രം കാത്തു സൂക്ഷിക്കുന്ന, അതും ആരാധനയിലൂടെയാണ് ഇത്. ഇപ്പോൾ പ്രൊട്ടസ്റ്റൻ്റുകാർ വന്ന് സുവിശേഷം പറഞ്ഞാണ് കൊടുക്കുന്നതെങ്കിൽ ആരാധനയിൽ കൂടിയുള്ളതായ ഒരാധ്യാത്മിക നിറവ് പ്രാപിക്കുന്ന ഒരു സമൂഹമാണല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് അവരോട് സന്തോഷം തോന്നി. ആ ഇൻസ്പിറേഷൻ എനിക്ക് നല്ലതായിരുന്നു. അവിടുത്തെ പഠിക്കുന്ന കാലങ്ങളിലെല്ലാം ഞാൻ ചാപ്പലൊരിക്കലും മുടക്കുകയില്ല. എന്തുമാത്രം എൻജോയ് ചെയ്യുമായിരുന്നു. അവരുടെ പ്രത്യേകിച്ച് സ്ലാവോണിക്കിലാണ് അവരുടെ പാട്ടുകളും ഇതെല്ലാം. ആ പാട്ടിനും എല്ലാം പിന്നെ അവർക്ക് നിറങ്ങളാണ്. നമ്മുടെ സുറിയാനിയുടെ നിറം പോലെ അവർക്ക് 8 നിറമുണ്ട് ഓരോ പാട്ടിനും. പാടാം. അവരുടെ നമ്മുടെ കോലോ എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഈ ട്രപ്പാരിയോൺ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് Господи, возвачебе услыши меня, Господи. Господи, возвачебе услыши меня, вон миг
гласу моления моего, внегда восхватими Тебе, услыши меня, Господи. Слава Отца и Сына и Святого Духа, и ныне и присно и во веки веков. ആമീൻ. ഓ ഇത് ഈ ചാൻഡ് ഇത് അതിൻ്റെ 6-ാം നിറ. ഇതിന് വേറെ 7 നിറം വേറെ ട്യൂൺ കിടപ്പുണ്ട്, നമ്മുടെ നിറങ്ങൾ പോലെ തന്നെ. ഇതിങ്ങനെ മനോഹരമായ എൻ്റെ വോയിസ് ഓവർ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു കൊയർ എൻ്റെ ആ ബ്ലെൻഡിങ് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അതിൽ കൂടി കിട്ടുന്ന ഒരു ശബ്ദത്തിൻ്റെ ഒരു വലിയൊരു വൈബ്രേഷൻ, അവാച്യം. അതുപോലെ 44 വർഷത്തിലധികം സെമിനാരിയിൽ പഠിപ്പിച്ചുവല്ലോ. അപ്പം അത്രയും വിദ്യാർത്ഥി സമ്പത്ത് അച്ഛനുണ്ട്. ഞങ്ങൾക്ക് അച്ഛൻ ഒരുപാട് ഉപദേശം തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും വരുന്ന തലമുറയ്ക്ക്, വൈദികർക്ക് അച്ഛൻ്റെ ഒരു ഉപദേശം. ഈ വൈദിക ഒരു കാര്യം ഞാൻ പറയാം, ഉപദേശിച്ച് ആരും നന്നാവുമെന്ന് വിചാരിക്കരുത്. ഇതെല്ലാം പറയുന്നത് വെറും ശബ്ദങ്ങളായിട്ട് പോകുകയുള്ളൂ. പക്ഷേ ദൈവാത്മാവ് ഒരുത്തനിൽ കൂടി ഈ പ്രവർത്തിച്ച് അവനിൽ കൂടി ഒരു മാനസാന്തരത്തിന് അനുഭവം വരുത്തുന്നൊരു അനുഭവമുണ്ട്. അപ്പം ഞാൻ അച്ഛനോട് പറയുകയാണ്, അച്ഛാ ദിവസവും പ്രാർത്ഥിക്കണേ. ശരി, ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കും. പോകുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ എന്താ പ്രാർത്ഥിച്ചോളാം, പ്രാർത്ഥിക്കുമോ, എനിക്കറിയാൻ പാടില്ല. നീ നന്നായി വരണം, നീ നന്നായിട്ട് പഠിക്കണം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ നന്നായിട്ട് പഠിക്കണം എന്നുള്ളത്, ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ്, എനിക്ക് പഠിക്കണം എന്നുള്ളത് ബോധ്യം എനിക്ക് ആവശ്യം വന്നപ്പോൾ എന്നിൽ കൂടി ഉണ്ടായ ഒരു ഇൻസ്പിറേഷനുണ്ട്. ഇൻസ്പയർ ചെയ്യുക, എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കുക. അത് വരുമ്പോഴാണ് ഇത് ഞാനായിട്ട് മാറുന്നത്. ഗ്രിഗോറിയോസ് തിരുമേനി പറഞ്ഞ പോലെ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നു. ഈ പഴയ കാലത്തുള്ള ഒരു തലമുറയല്ല ഇപ്പോഴത്തെ. അന്നത്തെ വൈദികരുടെ ഒരു കാലത്തുള്ള ഒരു മാനസികാവസ്ഥയല്ല ഇന്ന് വരുന്ന കുട്ടികൾക്ക്. അന്ന് വരുന്ന കുട്ടികൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. വലിയ കാര്യമായിട്ട് സെമിനാരിയിൽ വലിയ ഭക്ഷണമൊന്നും കൊടുത്തില്ലെങ്കിലും അവർ അത് കഴിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷമായിട്ട് ജീവിച്ചു. ആ ഭക്ഷണം ഇന്നത്തെ തലമുറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അന്നത്തെ പഠിപ്പിക്കലുകൾ, അന്നത്തെ മെത്തഡോളജി അല്ല ഇന്നത്തെ പഠിപ്പിക്കലുകൾ. ഇന്ന് സ്മാർട്ട് ക്ലാസ്സും ഇതുമൊക്കെ ഒരു കാലത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനിയൊരു 40 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എനിക്ക് വൈദിക മക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അത് ആസ്വദിച്ച് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മുന്നോട്ട് പോകണം. ഞാനൊരു മൺകൂടാരമാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു കച്ചേരി പാടുവാണെങ്കിൽ ഞാനല്ല പാടുന്നത്, എന്നിൽ കൂടി പ്രവഹിക്കുന്ന ആത്മാവാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ഓരോ കാര്യങ്ങളും, നിങ്ങളൊക്കെ പ്രസംഗിക്കാൻ പുൾപിറ്റിൽ കയറി നിൽക്കുന്നുണ്ട്, ഈ മൺകൂടാരമല്ല, ഇതൊരു ശവമാണിത്. അതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വലിയ അകമയുള്ള മനുഷ്യനുണ്ട്. അതിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. 1, ആത്മാവ് നമ്മളെ നയിക്കണം. 2, എനിക്ക് പറയുവാനുള്ളത്, ബുദ്ധി എന്ന് പറയുന്നതും കഴിവുകളെന്ന് പറയുന്നതും ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ ലെവലിലേക്ക് വന്നില്ല. എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആയിരുന്നു. എന്നെ കണക്ക് പഠിപ്പിക്കാൻ കൊണ്ടിരുന്നാൽ ഞാൻ അത്രയും കണക്കിന് പഠിക്കുകയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ അത് തിരിച്ചറിഞ്ഞത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരിലും ഓരോ ഇൻ്റലിജൻസ് ഉണ്ട്. ഒരു ക്ലാസ്സിൽ ഒരുത്തൻ പഠിക്കാൻ മോശമാണ് എന്ന് വിചാരിച്ച് അവൻ ഒരിക്കലും മോശമല്ല. അവൻ ആ വിഷയത്തിനായിരിക്കും മോശം, പക്ഷേ അവനിലുള്ളത് മറ്റൊരു കഴിവുകളായിരിക്കും. എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ക്ലാസ്സിൽ സംഗീതത്തിന് ഏറ്റവും മോശമുള്ള ചില കുട്ടികളുണ്ട്. അവർക്ക് എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും മുമ്പിലിരിക്കാൻ പേടിയാണ്. ഫസ്റ്റ് ഇയറിൽ വരുമ്പോഴൊരു ബാക്കിലിരിക്കുകയുള്ളൂ. ഈ ബാക്കിലിരിക്കുന്നവനെ 4-ാം വർഷം മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ അതുകൊണ്ട് അവൻ പാടുമ്പോൾ തെറ്റായിരിക്കും പാടുന്നത്, അവനെ കളിയാക്കരുത്. അവനിൽ ഉള്ളതായ ചിന്താധാരകൾ ഏറെയായിരിക്കും. ചിലർക്ക് പ്രസംഗിക്കാനായിരിക്കും, ചിലർക്ക് വരയ്ക്കാനായിരിക്കും, ചിലർക്ക്
എഴുതാനായിരിക്കും എഴുതാനായിരിക്കും എഴുതാനായിരിക്കും. ഇതെല്ലാം ഓരോരോ ടാലൻസാണ്, ദൈവം കൊടുക്കുന്ന ഓരോ താലന്തുകളാണ്. അപ്പം എനിക്ക് പാടാൻ കഴിവുണ്ട്. എനിക്ക് എൻ്റെ പ്രസംഗം കേട്ട് ആരും ഒരു നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. ഞാൻ പാടുമ്പോൾ ഒരു പക്ഷേ പരിപാടി കച്ച കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഓരോരുത്തരും അതുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾ എല്ലാവരും പാട്ടുകാരാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. പക്ഷേ എൻ്റെ ക്ലാസ്സിലിരുന്ന ഏറ്റവും മോശമെന്ന് അവർക്ക് തോന്നിയിട്ടുള്ള, എനിക്കല്ല, തോന്നിയ കുട്ടികളുടെ ഇടവക ശുശ്രൂഷയാണ് ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുന്നത്. ഈ അടുത്ത ഇടയ്ക്ക് ഞാൻ ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് എൻ്റെ ഒരു ശിഷ്യൻ വന്നു. എൻ്റെ ക്ലാസ്സിലെ വലിയ സൂപ്പറായിരുന്നില്ലാത്തൊരു, അദ്ദേഹം ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്നെ വന്ന് കണ്ടു. എനിക്ക് സന്തോഷമായി. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇവൻ എങ്ങനെ അച്ഛനായിട്ട് കുർബാന ചെല്ലും? അവൻ അച്ഛനായിട്ട് കുർബാന ചെല്ലുന്നു, വളരെ ഭംഗിയായിട്ട് ഭൗതികമായ രീതിയിൽ അവൻ ആ വിഷയത്തിലേക്ക് പോകുന്നു. എൻ്റെ ക്ലാസ്സിൽ മോശമാണെന്ന് മാത്രമേ ഉള്ളൂ. അവൻ മോശമല്ല. നമ്മുടെ അധ്യാപകർക്ക് പറ്റുന്ന കുഴപ്പം ക്ലാസ്സിലെ മോശമാണ്, അവൻ തീരെ വിഡ്ഢിയാണെന്നൊരു ചിന്തയല്ല. എവിടെ നോക്കിയോ ഈ വിഡ്ഢികളായിരിക്കും അധ്യാപകരെ എന്നും ബഹുമാനിക്കുന്നത്. വലിയ പഠിപ്പിസ്റ്റുകളെ കൊണ്ട് ആർക്കും വലിയ പ്രയോജനം ഉണ്ടാവും വിചാരിക്കരുത്. ക്ലാസ്സിൽ നമ്മൾ മണ്ടനെന്നും അതുപോലെ ഭോഷനെന്നും തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം ഒരധ്യാപകന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ അധ്യാപകനല്ല. ആ ചുമതലയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. എൻ്റെ കുട്ടികളെല്ലാവരും പിന്നെ വലിയ കാര്യമായിട്ട് പാടിക്കൊള്ളണമെന്ന് ഞാൻ ഒരിക്കലും ഡിമാൻഡ് ചെയ്യാറില്ല. അവൻ പാടി തെറ്റിപ്പോയാലും ഞാൻ അവനെ കളിയാക്കാറില്ല. അപ്പോൾ ഞാൻ പറയും അങ്ങനെയും പാടാം എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞ് അങ്ങ് വിടുകയുള്ളൂ. അങ്ങനെയും പാടിക്കോ, കുഴപ്പമില്ല. പരീക്ഷയ്ക്കും അവരെങ്ങനെയെങ്കിലും ജയിച്ചു കയറി പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. വലിയ സൂപ്പർ സ്റ്റാർ പാടും പോലെയുള്ള പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം അവൻ്റെ ഇൻ്റലക്ച്വൽ ലെവൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളീ കാണിക്കുന്ന വലിയ വലിയ അഭ്യാസങ്ങളൊന്നും ജീവിതത്തിൽ നല്ലതാണെന്ന് വിചാരിക്കരുത്. ലോകത്തിൽ ആരും മോശമല്ല, എല്ലാവരും നല്ലതാണ്. 3 വൈദികരോട് പറയാനുള്ളത്, ഈ ത്രോണോസിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിക്കണം. നമ്മളെ വിളിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു. ആത്മാവിൻ്റെ വിളി കിട്ടാത്തവനെ ദർഗായിൽ കയറാൻ അനുവാദം കൊടുക്കുകയില്ല. എങ്ങനെയെങ്കിലും പുറത്തു പോകും. ആ ദർഗായിൽ കയറുവാൻ നിനക്ക് അവസരം കിട്ടിയാൽ നീ എവിടെയാണ് നിൽക്കുന്നതൊരു ചിന്ത നിനക്ക് വേണം. അഗ്നിയുടെ നടുവിലാണ് നിൽക്കുന്നത്. മാലാഖമാരും പ്രധാന മാലാഖമാരും ശ്രോപ്പന്മാർ കാതീശ് പാടുന്ന ആ വലിയ രംഗത്ത്, ആ വലിയൊരു സ്ഥലത്ത്, അഗ്നിമയമായ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിൻ്റെ ചെവി ഒന്ന് പുറത്തേക്കൊന്ന് വെച്ച് നോക്കിയാൽ ഈ തേനീച്ചക്കൂട്ടിൽ നിന്ന് കേൾക്കുന്നത് പോലെയുള്ള ഒരു എരമ്പിൽ കേൾക്കാൻ പറ്റും. നമ്മൾ മനുഷ്യന് മാത്രമല്ല ഇതിനകത്തുള്ളത്. ആ എരമ്പിൽ എന്ന് പറയുന്നത് മാബൂഗുല ഫിലിക്സിനോസ് പിതാവിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ആ മലാഖമാരുടെ ആ ഇരച്ചിൽ ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യം എൻ്റെ ചെവിക്ക് തരണം. അപ്പം അവിടെ നിൽക്കുമ്പോൾ ഈ അവാച്യമായ ആ ശബ്ദം കൂടി കേൾക്കുവാൻ തക്കവണ്ണം നിൻ്റെ ചെവിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നീയാണ് ഭാഗ്യവാനായ ഒരു പുരോഹിതൻ. നമ്മൾ അർപ്പിക്കുന്ന കുർബാനയോ നമ്മൾ അർപ്പിക്കുന്ന ഡിലേയോ അർപ്പിക്കുന്ന ഹലോ ഹലോ എന്ന് പറയും 8 ഹലോ പുറകെ കേൾക്കുന്നതോ വലിയ ശബ്ദമോ ഇതല്ല. ശബ്ദമല്ല ദൈവത്തിന് വേണ്ടത്. നിൻ്റെ മുരണ്ട ശബ്ദമോ വരണ്ട ശബ്ദമായാലും കർത്താവേ ഉത്തരമരുളണമേ എന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോൾ കർത്താവ് ഉത്തരമരുളും. അതിന് ശബ്ദമനോഹാരിതയല്ലാന്ന് സംഗീതം പഠിച്ചിട്ടുള്ള ഞാൻ പറയുന്നു. ദൈവത്തിന് കേൾക്കേണ്ടതിൻ്റെ വോയിസിൻ്റെ വൈബ്രേഷൻ അല്ല കേൾക്കേണ്ടത്. കണ്ണുനീരോടുകൂടി സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതൻ്റെ കരങ്ങളിലേക്ക് ദൈവികമായ കൃപയും അനുഗ്രഹവും ദൈവം വരാൻ ചുരിഞ്ഞു കൊടുക്കും. അത് ആ കുർബാനയിലേക്ക് നമ്മൾ ആവഹിപ്പിക്കുകയാണ്, ഒഴിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ ആ ഊർജം നമ്മൾ സ്വീകരിക്കുകയാണെന്നുള്ള ബോധ്യം ഒരു പുരോഹിതനുണ്ടാകണം. ആ സീരിയസ്നെസ് ദർഗായിൽ നിൽക്കുന്ന പുരോഹിതന് ഉണ്ടായിരിക്കണം. അവിടെ നിന്ന് ഒഴിഞ്ഞെടുത്ത് വേണം ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഇതൊരു കളിയല്ല, വളരെ സീരിയസ് ആണ്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നീ എന്ന് അഹങ്കരിച്ചാൽ, അമാലോകിയായ വൈദികരെ ആക്കുന്നതിന് മുമ്പ് തിരുമേനിമാർ ഉപദേശം കൊടുക്കും, നീ തള്ളപ്പെട്ടവനായിരിക്കും എന്നുള്ള ഒരു ചിന്ത. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുക. ദൈവത്തിൻ്റെ പിന്നെ നിൻ്റെ ഇതിലുള്ള സൃഷ്ടികളെ സ്നേഹിക്കുക. അവൻ ഏത് സഭക്കാരനായാലും ഏത് മതക്കാരനായാലും
ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവനാണ്. അവനൊരു മനുഷ്യൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ അവനെ കാണാനും സ്നേഹിക്കാനും ഒരല്പം താഴ്മയോടുകൂടി സംസാരിക്കാനും നമുക്ക് സാധിച്ചാൽ നമ്മൾ വലിയവരായി. നമ്മുടെ വിജ്ഞാനമല്ല, നമ്മുടെ ഡോക്ടറേറ്റോ നമ്മുടെ അറിവോ അല്ല നമ്മളെ ശ്രേഷ്ഠനാക്കുന്നത്. താഴ്മയുള്ള മനസ്സാണ് നമ്മളെ ആക്കിയെടുക്കുന്നത്. മനുഷ്യനാകാൻ ശ്രമിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അങ്ങനെ ദൈവവും മനുഷ്യനുമായ ഒരു സ്നേഹബന്ധത്തിൽ ലയിച്ചു പോകുവാൻ തക്കവണ്ണം സാധിച്ചാൽ നമ്മുടെ പൗരോഹിത്യ ജീവിതം ധന്യമായി. പ്രിയപ്പെട്ട അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ സഭയുടെ ഔദ്യോഗിക മീഡിയയായ കാതോലിക്കേറ്റ് ഓൺലൈൻ മീഡിയയിൽ ഇത്രയും സമയം അച്ഛന് ജീവിതാനുഭവങ്ങളും ഉപദേശങ്ങളും പ്രചോദനങ്ങളും പ്രോത്സാഹനം നൽകിയതിൽ ഞങ്ങളുടെ സ്നേഹം പ്രത്യേകമായി അറിയിക്കുന്നു. അച്ഛനെ ദൈവം കൂടുതൽ ദീർഘായുസോടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം വിനയപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു അച്ഛ.